morning friends. എൻ്റെ പേര് സോയ മെഹക്ക്. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കാക്കയും മയിലും. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നേരെ കടയിലോട്ട് പോയാലോ? ഒരിടത്ത് നല്ല കറുകറുത്ത സുന്ദരിയായ ഒരു കാക്ക ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാക്കയ്ക്ക് ഒരു വിചാരമുണ്ട്, എന്നെ കാണാൻ ഒട്ടും ഭംഗിയല്ലോ, ഞാൻ കറുത്തിട്ടാണല്ലോ എന്നൊരു കാക്കയുടെ വിചാരം. അങ്ങനെ കാക്ക ഒരു ദിവസം പറന്ന് പോകുകയായിരുന്നു. അപ്പോഴാണ് കുറേ മയിലുകൾ പിടിവെടുത്തിയാണെന്ന് കാക്ക കണ്ടു. കാക്ക കുറേ നേരം കൗതുകത്തോടെ നോക്കി നിന്നു. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, എനിക്ക് ഈ മയിലുകളെ പോലെ പിന്നെയൊക്കെ ഉണ്ടായാൽ ഞാൻ ഇവരെ പോലെ സുന്ദരിയായേനെ. അതും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മയിലുകളെല്ലാം പാറിപ്പോയി. അപ്പൊ കുറേ മയിൽപ്പീലികൾ താഴെ വീണ് കിടക്കുന്നു. ഇത് കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ കാക്കയ്ക്ക് ഒരു ഉപകാരം തോന്നി. ഈ മയിൽപ്പീലികളെല്ലാം എൻ്റെ ചെറുകൾ കൊടുത്ത് വെച്ചാൽ ഞാനും ആവില്ല മയിലിനെ പോലെ സുന്ദരി. അതും പറഞ്ഞ് കാക്ക ആ മയിൽപ്പീലികളൊക്കെ ഓരോന്നായി നുള്ളിയെടുത്ത് തൻ്റെ ചിറകിൽ കൊടുത്ത് വെച്ചു. എന്നിട്ട് സ്വയം പറഞ്ഞു, ഹായ്, എന്നെ കാണാൻ ഇപ്പം എന്ത് ഭംഗിയാ. എന്നിട്ട് പറഞ്ഞ് കാക്കയുടെ കൂട്ടത്തിൽ പോയി. എന്നിട്ട് ആ ഗംഭീരം തീരുന്നു. അപ്പൊ കാക്കകൾ നോക്കിയപ്പോ ഇതേരാ ഒരു കറുത്ത മയിൽ, ഞങ്ങളെപ്പോഴല്ലോ ഇത് കാണാൻ. അപ്പൊ കാക്ക പറയുന്നു, ഏയ് അല്ലല്ല, ഞാനും നിങ്ങളെപ്പോ സുന്ദരി മയിലാണ്. മയിലിനെ സമ്മതിക്കോ? അല്ലല്ല, നീ മയിലല്ല, നിനക്ക് കാക്കയുടെ നിറ, നിനക്ക് മയിൽപ്പീലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെ പോലെ നീല നിറമില്ലല്ലോ. എന്നിട്ട് മയില് ആ കാക്കയുടെ കളിയാക്കി വിട്ടു. പാവം കാക്ക വിഷമിച്ച് കാക്കയുടെ കൂട്ടത്തിലേക്ക് പോയി. കാക്കകൾ സമ്മതിക്കോ? അല്ലല്ല, നീ കാക്കയല്ല, നീ മയിലാണ്. അപ്പൊ കാക്കകളുടെ കൂട്ടത്ത് കുട്ടിയില്ല. പാവം കാക്ക വിഷമിച്ച് അവന് പോയി. എന്നിട്ട് തൻ്റെ മയിൽപ്പീലിലൊക്കെ പറിച്ച് ദൂരെ കണ്ടു. എന്നിട്ട് സ്വയം പറഞ്ഞു, ഞാൻ എന്നെ പോലാകുന്നാണ് എനിക്ക് അഭിമാനം ഭംഗി. അപ്പൊ കൂട്ടുകാർ, നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന ഗുണപാഠം എന്താ? നിങ്ങൾ മറ്റുള്ളവരെ പോലാവാൻ ശ്രമിക്കരുത്. നിങ്ങൾ ആവാൻ തന്നെ ശ്രമിക്കാം. താങ്ക് യു.